ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് അമ്മയുടെ സ്പെഷ്യൽ മട്ടൺ വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മളിന്ന് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള മട്ടൺ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം അല്ലേ. അപ്പം അമ്മ ഓരോന്നായിട്ട് നമ്മൾ ആദ്യം ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. അതിനുശേഷം കുറച്ച് വലിയ ഉള്ളി ഈ എണ്ണയിൽ ഇങ്ങനെ വഴറ്റുക. നമ്മൾ ആദ്യം ഒരു ഉള്ളിയൊക്കെ മട്ടൺ കുക്കറിലിട്ടപ്പോൾ ഒരു ഉള്ളി അതിൽ ഇട്ടിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു ഉള്ളി, ഒരു കിഴങ്ങും മട്ടൺ വേവിച്ചതിലിട്ടിട്ടുണ്ട്. കുക്കറിലിട്ട് വേവിച്ചില്ലേ, അതിലിട്ടിട്ടുണ്ട്. നമ്മൾ ഉരുളി നല്ലപോലെ ചൂടായതുകൊണ്ട് ഉള്ളി പെട്ടെന്ന് തുറന്ന് വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി ഇടും. സാധാരണ ഇപ്പോൾ എല്ലാവരും മട്ടൺ എന്നല്ല നമ്മൾ എല്ലാ കറികളിലും ഉപയോഗിക്കുന്നത് സാധാരണ ഉപ്പ്, സ്പ്രിങ്കിള് അല്ലെങ്കിൽ ടാറ്റേൻ്റെ ഉപ്പൊക്കെ ഉപയോഗിക്കാറ്. പക്ഷെ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് എന്താ പറയുക, ഹിമാലയൻ സോൾട്ട്. അത് സാധാരണ ഉപ്പിൻ്റെ അതേ ടേസ്റ്റാണ്. അത് പലർക്കും അറിയില്ല അത് എത്രത്തോളം നല്ലതാണെന്നുള്ളത്. എനിക്കിപ്പോൾ ഉപയോഗിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷം ഇത് ഉള്ളിയും തക്കാളിയും വഴറ്റി നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി അത് നമ്മളിതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ആദ്യം വേവിച്ച് വെച്ച അതിൽ കറിവേപ്പിലിട്ടു. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച മട്ടൺ അതിലേക്ക് ചേർത്തു. ഈ മട്ടൺ വേവിക്കാൻ വേണ്ടി എന്തൊക്കെ ചേർത്തതിൽ? മട്ടൺ വേവിക്കാൻ വേണ്ടി മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് കുക്കറിൽ വേവിച്ചു. അതിൽ വലിയ ഉള്ളിയും കിഴങ്ങും തക്കാളിയും അതിൽ ചേർത്തു കുറച്ച്. അത് വേവിച്ചതിന് ശേഷം ആണ് മാറ്റി വെച്ചത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം വേവിച്ച് വെച്ച മട്ടനാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പം അതിലും മസാല നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലേ? അതിൽ മസാല ഇട്ടിട്ടുണ്ട്, കുറച്ച് മസാല ഇട്ടിട്ടുണ്ട്. കാരണം മുളകൊക്കെ അതിൽ ആദ്യം ഇട്ടതാവുകൊണ്ട് കുറച്ചേ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അതായത് നമ്മൾ വാങ്ങിക്കുന്ന ഒരു പൊടികളും ഇല്ല. നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ മാത്രം, മല്ലി മുളകൊക്കെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയ പൊടികളാണ് ഇട്ടത്. ചിക്കൻ മട്ടൻ മസാലയൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് എന്താ ചേർക്കാൻ പോകണമെന്ന് അറിയുമോ? കുരുമുളക് പൊടിയാണല്ലോ മട്ടൻ്റെ ടേസ്റ്റ്. പിന്നെ ഇതിൽ സാധാരണ നമ്മൾ മട്ടൻ മസാലയൊക്കെ ചേർക്കും ചിലർ. അത് നമ്മൾ ചേർത്തിട്ടില്ല. കുരുമുളകാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്, മസാല കുറവ്. നമ്മൾ മട്ടൺ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അടുപ്പായതുകൊണ്ട് നല്ല തീയാണ്. നല്ല തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മട്ടൺ വേവണം എന്നുണ്ടെങ്കിൽ കുക്കറിലാണെങ്കിൽ 15 മിനിറ്റാണ് കേട്ടോ കണക്ക്. അത് ഇളയ ആടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് വേണ്ട, ഒരു 10 മിനിറ്റ് മതി. അല്ലെങ്കിൽ എത്ര വിസിലടിക്കണം അങ്ങനെയൊന്നുമില്ല. ഒരു 4-5 വിസിൽ അടിച്ചാൽ മതി ചെറിയ തീയിൽ. ഇനിയിപ്പോൾ ഇതിന് ശേഷം നമ്മൾ മല്ലിച്ചപ്പാണ് ഇടാൻ പോണത്.
മല്ലിച്ചപ്പ് നമ്മൾ എല്ലാ ഇറച്ചികളിലും ഇടുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് മല്ലിച്ചപ്പ് ഇടരുത്. മല്ലിച്ചപ്പ് ഒന്ന് വേവണം. സാധാരണ മല്ലിച്ചപ്പ് എല്ലാവരും ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനല്ലോ ഉപയോഗിക്കുക. ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കും. പക്ഷേ ഇങ്ങനെ ഇത് വെന്തിട്ട് ശരിക്കും അത് ഗാർണിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര നല്ല സാധനം എന്നല്ല മല്ലിച്ചപ്പ്. പിന്നെ നമ്മൾ ഇതൊന്ന് വെന്ത് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. മെസ്സേജ് വന്നു. എന്തായാലും ഇത് ഇതുപോലെ ഈ പരുവത്തിലാവണം. കാരണം അത് വരട്ടിയതാണല്ലോ, അപ്പോൾ വല്ലാതെ ഗ്രേവി പാടില്ല. ഇതുപോലെ ഇതാ ഇങ്ങനെ ഇതേപോലെ ആവണം. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതിന് എക്സ്ട്രാ എൻ്റെ വക ഒരു ടിപ്പുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൽ മേലെ ഇങ്ങനെ തൂവി കൊടുക്കുക. ഇതിൽ ഇഷ്ടമുള്ളവർക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇടണമെങ്കിൽ ഇടാം കേട്ടോ. പക്ഷെ ഇവിടെ എല്ലാവർക്കും തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ മട്ടൻ വരട്ടിയത് റെഡി. അപ്പോൾ മട്ടൻ വരട്ടിയത് റെഡി. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്.